അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ്. ഇൻ അബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് أنا فاسرع شيء غارة الله يا غارة الله حث السير مسرعة في هل عقدتنا يا غارة الله. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷർ സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ അവർകളെ, ഈ മഹത്തായ പരിപാടിയിൽ സ്വാഗതം പ്രഭാഷണം നടത്തി എപ്പോഴും സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ നാട്ടിൻ്റെ അഭിമാനമായ അഭിവന്യരായ ഉസ്താദ് അബൂ സാലിഹ് ഉസ്താദ് അവർകളെ, ഈ മഹത്തായ പരിപാടിയിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ അഭിവന്യരായ ഉസ്താദ് സിറാജുദ്ദീൻ ഉസ്താദ് അവർകളെ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ന് സമയബന്ധിതമായി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതുള്ളതുകൊണ്ട് ഒരല്പസമയം നേരത്തെ പറഞ്ഞ പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളോട് തുടർന്ന് കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. സർവശക്തനായ റബ്ബ് എല്ലാം നാളെ ആഖിറത്തിൽ സുഖലോക സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സബബായി നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, ഇവിടെ പറയപ്പെട്ടതെല്ലാം ഈ നാട്ടിൻ്റെ മഹത്വങ്ങളാണ്. ഇവിടെ നിലനിർത്തേണ്ട കാര്യങ്ങളാണ് ഒക്കെ പറഞ്ഞത്. ഒന്നും തിരുത്തേണ്ടതോ മാറ്റി നിർത്തേണ്ടതോ അല്ല. ദർസിന്റെ 40-ാം വാർഷികം, കുതുബിയത്തിന്റെ 59-ാം വാർഷികം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇവിടെ പറയുമ്പോൾ ഈ ഉള്ളവനെ അത്ഭുതപ്പെടുത്തിയ വലിയൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹലിലേക്ക്, ഇവിടത്തേക്ക്, ഈ പരിപാടിക്കും മറ്റുമായിട്ട് വരുമ്പോഴൊക്കെയും ഈ നാട്ടുകാർ നൽകുന്ന ആവേശകരമായ സ്വീകരണവും ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴുള്ള യാത്രയപ്പുമൊക്കെ നമ്മെപ്പോലുള്ള ഖാദിമുകളായി വരുന്ന നമ്മെപ്പോലുള്ള ആളുകൾക്ക് വലിയ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, മറ്റുള്ളവരെ ബഹുമാനിക്കലും ആദരിക്കലും ഒക്കെ ഇന്നൊരു കടങ്കഥയായി എവിടെയോ അവസാനിച്ചു പോയിരിക്കുന്ന ഈ കാലത്ത് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാതെ, പണ്ഡിതന്മാരെ തിരിഞ്ഞു നോക്കാതെ, ബഹുമാനിക്കേണ്ടവരെയെല്ലാം വേണ്ടതുപോലെ ബഹുമാനിക്കാതെ അനാദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് ഏതൊരു മഹല്ലുകാർക്കും മാതൃകയാകാൻ പറ്റുന്ന വിധമാണ് നമ്മുടെ ഈ ആളടുക്ക മുസ്ലിം ജമാഅത്ത് ഈ വരുന്ന ആളുകളെയൊക്കെയും സ്വീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും അവർക്ക് വേണ്ട പോലെ വിഭവങ്ങൾ നൽകുന്നതും സന്തോഷത്തോടെ യാത്ര അയക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഇവിടെ അതിഥികളായി ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രം കിട്ടുന്ന സ്വീകരണമായിരിക്കും പല മഹല്ലുകളിലും. അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, അവർ അവിടെ സേവനം ചെയ്യുന്ന സമയത്ത് ആരും അവരെ ബഹുമാനിക്കൂല, ആദരിക്കൂല. പരമാവധി എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞ് പ്രയാസപ്പെടുത്തി. ചില ഉസ്താദുമാരൊക്കെ മിഹ്റാബ് എന്ന് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ. അപ്പൊ ബേക്കുന്ന ആമീൻ എന്ന് പറയുന്നുണ്ടാവും. പടച്ചോനെ, ഈ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മളെ പുറപ്പെടുവിക്കണേ എന്ന് പറയും.
റബ്ബന അഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇമാമുകൾ ദുആ ചെയ്യും. പടച്ചവനെ ഹക്ക് വെളിവാക്കി ജനങ്ങളെ നന്നാക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഒരു സംശയം തീർക്കുന്ന വിധം ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി നേരത്തെ സംസാരിച്ചപ്പോൾ ഉസ്താദ് 31 വർഷമായി ഇവിടെ ഈ മഹലിൽ വന്നിട്ട് ഈ മഹല്ലുകാരെ പറ്റി 1000 മഹത്വമാണ് പറയുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് ഈ ഒരു ഐക്യവും സ്നേഹവും ബഹുമാനവും ഈ നാട്ടിൽ നിലനിർന്നു കിട്ടാനുള്ള പ്രാർത്ഥനാ വസിയത്താണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ സംശയം മാറി. ഇവിടെ നിൽക്കുന്ന ഉസ്താദുമാർക്കും നമ്മളെപ്പോലെ ബഹുമാനങ്ങൾ കിട്ടുന്നുണ്ട്, ആദരവ് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ആദരവും ബഹുമാനങ്ങളും സ്വീകരണങ്ങളും എല്ലാം ഇവിടെ നിലനിർത്തേണ്ടത് തലമുതിർന്ന നമ്മുടെ രക്ഷിതാക്കൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കളെ വളർന്നു വരുന്ന മക്കളെ കൂടി ആ കാര്യത്തിൽ പ്രാപ്തരാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുക. ചെറിയ കാര്യമല്ല അത്. വരുന്ന ആളുകളെ ബഹുമാനിക്കലും റെസ്പെക്ട് ചെയ്യലും ആദരിക്കലും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അവരെ കൂടലും തിരിച്ചു പോകുമ്പോൾ നല്ല നിലയ്ക്ക് യാത്രയേക്കാന്ന് പറഞ്ഞ ചെറിയ സംഭവമൊന്നുമല്ല. മദീനയിലെ അൻസാറുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരുപാട് പ്രശംസകൾ പറഞ്ഞ കൂട്ടത്തില് അവർ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി പറയുന്ന ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവരുടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് അവിടെ മദീനയിലേക്ക് എത്തുന്ന ആളുകളെ എന്താണോ വേണ്ടത് കൊടുത്ത് സ്വന്തം ഭാര്യമാരെ പോലും ത്വലാഖ് ചൊല്ലി നിങ്ങൾ കല്യാണം കഴിച്ചോ ഇഷ്ടമുള്ള ഭാര്യമാരെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തോട്ടങ്ങൾ, എൻ്റെ മനോഹരമായ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്ന തോട്ടങ്ങൾ നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന മദീനക്കാരെ പറ്റി പറഞ്ഞപ്പോ മറ്റൊരു ഗ്രാമത്തെ പറ്റി അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രാമവാസികൾ ഇന്നും ആ ആയത്തെ അപമാനത്തോടു കൂടിയാണ് ഓതുന്നത്. നമുക്കറിയോ വിശുദ്ധ ഖുർആനിൽ മഹാനായ ഖളിർ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഒരു നാട്ടിലേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഫന്തലഖാ ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയ حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما. ആ ഗ്രാമത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖളിർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. തുർക്കിയിലെ അന്താക്കിയ നാട്ടിലേക്ക് പോവുകയാണ്. ആ നാട്ടുകാരോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഞങ്ങൾക്ക് വല്ലാതെ വിശപ്പുണ്ട്, ഭക്ഷണം തരുമോ, ഞങ്ങളെ സ്വീകരിക്കണോ, ഞങ്ങളെ അതിഥികളാണ്, നിങ്ങളുടെ അടുക്കലേക്ക് വന്ന ളുയൂഫുകളാണ്, വിരുന്നുകാരാണ്, ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവർ ഭക്ഷണം കൊടുത്തില്ല, അവർ തടഞ്ഞു. ഇല്ല, നിങ്ങൾക്കൊന്നും തരില്ലെന്ന് പറഞ്ഞിട്ട് അവർ മടക്കുകയാണ്. നമ്മുടെ മുത്താലിമിങ്ങൾക്കറിയാം ഷാദുൻ എന്ന് സഞ്ചാലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, അവർ റെസ്പെക്ട് ചെയ്തില്ല, അവരെ സ്വീകരിച്ചില്ല. പക്ഷേ ആ വന്ന ആളുകള് വലിയ മാന്യന്മാരായതുകൊണ്ട് ആ നാട്ടിൽ വലിയ ഗുരുതരമായ ആഫത്ത് വരുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. ഒരു മതില് പൊളിഞ്ഞ് ചാടാൻ പോവാണ്, തകർന്നു വീഴാൻ പോവാണ്. അത് വീഴുമ്പോ ഒരുപാട് ആളുകൾക്ക് വലിയ ദുരന്തം വരും. അത് നന്നാക്കാൻ വേണ്ടി ആ മതിലങ്ങ് നന്നാക്കി കൊടുക്കുകയാണ്. നല്ല കാര്യം ചെയ്തിട്ട് അവർ തിരിച്ചുപോയി. പക്ഷേ ആ ആയത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിലുണ്ട്. തുർക്കിയിലെ അന്താക്കിയക്കാരും ആ ആയത്ത് അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നുണ്ടാകും. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا. ഈ ഒരു മാനക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ഖുർആന്റെ കോപ്പിയിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്താൻ അന്താക്കിയക്കാർ അപേക്ഷ കൊടുത്തു. ഉസ്മാൻ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫഅബൗ എന്ന ആ ഒരു വാക്കില്ലേ, ആ മാറ്റണ്ട,
വാവ് മാറ്റണ്ട, അതിലെ ബ എന്ന് പറഞ്ഞതിന്റെ അടുത്തായുള്ള പുള്ളി ഒന്ന് മുകളിലേക്കിട്ട് ഒരു 2 പുള്ളി ഇട്ട് തന്നാൽ നമ്മളെ നാട്ടിലെ മാനക്കേട് മാറിപ്പോകും. ഫഅതൗ എന്നാക്കി തന്നാൽ ഫഅതൗ അൻ യുളയ്യിഫുഹുമാ എന്ന് ഓതും. അപ്പൊ എന്തായി അർത്ഥം? അവരെ സൽക്കരിക്കാൻ, അവരെ സ്വീകരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ അവർ മുന്നോട്ട് വന്നു. ആ ഒരു മാനക്കേട് തീരുന്നു പറഞ്ഞിട്ട് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾ അത് അനുസരിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ ഈ നാട്ടിൽ ഏറ്റവും വലിയ മഹത്തായൊരു എല്ലാ മഹല്ലുകാരും മാതൃകയാക്കേണ്ട ആ മഹത്തായൊരു സംവിധാനം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ നമ്മൾ എത്തും. ഇന്ന് നേരത്തെയാണ് കാസർഗോഡ് ഇറങ്ങിയത് മുതൽ ഇങ്ങോട്ടേക്കുള്ള യാത്രയില് വല്ലാത്തൊരു സ്വീകരണം തന്നെയാണ്. കാസർഗോഡ് മുതൽ തുടങ്ങിയ സ്വീകരണം. പക്ഷെ ഇവിടെ എത്തുമ്പോ സാധാരണ മഗ്രിബിനോട് അടുപ്പിച്ചെത്തുമ്പോഴാണ് ആളുകളൊക്കെ ഏതാനും മഗ്രിബ് നിസ്കാരത്തിൽ വരുമ്പോഴുള്ള സ്വീകരണമായിരിക്കും. ഇന്ന് ചിലപ്പോൾ മാറ്റം വരും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് അതിനേക്കാൾ കൂടുതൽ സ്വീകരണം കിട്ടിയത്. കുറച്ച് നേരത്തെ എത്തിയപ്പോഴും അസമയത്ത് വല്ലാത്ത ആളുകളാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും എല്ലാമെല്ലാമായ ഹുജ്ജത്തുൽ ഉലമയുടെ 50ാം വാർഷികം, അതായത് ഈ മഹല്ലിലേക്ക് വരുന്നതിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഫ്ലവർ ഷോയും അതേപോലെ സ്കൗട്ടും ദഫും അകമ്പടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ നിലക്ക് സ്വീകരിക്കുമാറാവട്ടെ. ഇത് ഈമാനിന്റെ ലക്ഷണമാണ്, ഈമാനിന്റെ അടയാളമാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, വലിയവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും, എന്നാലും ശ്രദ്ധിക്കണം. അതിരവാഹ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സംഘം ആളുകൾ വരികയാണ്. ആ സംഘത്തിൽ ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. വന്ന ഉടനെ തന്നെ ചെറുപ്പക്കാർ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിർത്ത്, ഫകബ്ബിർ കബ്ബിർ കബ്ബിർ, വലിയവർ സംസാരിക്കട്ടെ, വലിയവർ സംസാരിക്കട്ടെ. ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ, ആ പ്രായമുള്ളവർക്ക് അതിൻ്റെതായ ഒരു ബഹുമാനം നമ്മൾ എല്ലാവരും കൊടുക്കണം. എന്നെക്കാൾ ഒരു വയസ്സ് മൂത്തവരാണെങ്കിൽ പോലും അവരെ പ്രത്യേകമായി നമ്മൾ ബഹുമാനിക്കണം. അത് വല്ലാത്തൊരു ഒരു ഈമാനിന്റെ ഒരു ലക്ഷണമാണ്. അൽ ബറകത്തു മഅ ഖാബിരിഹിം. ഇന്ന് കണ്ടുവരുന്നത് പ്രായമുള്ളവർ നരച്ച മുടി കാണുമ്പോൾ തന്നെ ഇനി അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വീട്ടിലും കാര്യമില്ല, മഹലിലും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. പക്ഷേ കുടുംബത്തിൽ പ്രായമുള്ളവരുണ്ടോ, മഹലിൽ പ്രായമുള്ളവരുണ്ടോ, അവരെ കൂടെയാണ് ആ മഹലിന്റെ ബറക്കത്തുള്ളത്. അൽ ബറകത്തു മഅ ഖാബിരിഹിം. വലിയവരോടുകൂടി, പ്രായമുള്ളവരോട് കൂടിയാണ് ബറക്കത്തുകളൊക്കെ ഉള്ളത്. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടോ, അവരോടുകൂടിയാണ് ബറക്കത്തുകൾ ഉള്ളത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമു ദിശ്ശീബത്തുൽ മുസ്ലിം. നരബാധിച്ച പ്രായമുള്ളവരെ ബഹുമാനിക്കൽ അത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നിർദ്ദേശമാണ്. അക്കൂട്ടത്തിൽ 3 ആളുകളെ പരിഹസിക്കാൻ പാടില്ല. അങ്ങനെ പരിഹസിക്കുന്നവർ മുനാഫിക്കുകളാണെന്ന് ഹദീസുകളിൽ കാണാം. സലാസത്തുൻ ലാ യുസ്തഹാനു ബിഹഖിഹിം ഇല്ലാ മുനാഫിഖുൻ. 3 ആളുകളുടെ കാര്യത്തിൽ ആരൊക്കെ പരിഹസിക്കുന്നോ ആ പരിഹസിക്കുന്ന ആളുകൾ മുനാഫിക്കുകളാണ്. ആരാ ആ 3 പേര്? ഒന്നാമത്തെ ശൈബത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിലായിട്ട് നരബാധിച്ചവർ. അതേപോലെ തന്നെ വദുൽ ഇൽമ്, പണ്ഡിതന്മാർ. അതേപോലെ ഇമാമുൻ മുഖ്സിത്തുൻ, നീതിമാനായ ഭരണാധികാരി. ഞാൻ പറഞ്ഞു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ പണ്ഡിതന്മാരെ, പ്രായമുള്ളവരെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടോ അവന്റെ നിഫാഖാണ്, അവർക്ക് ഈമാനില്ല എന്നതിന്റെ ലക്ഷണമാണെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ. പ്രായമുള്ളവരാണല്ലോ, എല്ലാ മക്കൾക്കും പ്രായം കൂടിയവരാണല്ലോ മാതാപിതാക്കൾ. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ശാപങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 3 ആളുകളുടെ ശാപങ്ങൾ ശ്രദ്ധിച്ചോളണമെന്ന് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ആ 3 വിഭാഗം ആരാണെന്നറിയോ? അവരുടെ മനസ്സിൽ എപ്പോഴും നമ്മെ സംബന്ധിച്ച് സൽവിചാരം, നല്ല വിചാരമേ ഉണ്ടാവാൻ പാടുള്ളൂ. ശാപവിചാരം അല്ലെങ്കിൽ ശാപമുള്ള നാവ് ഒരിക്കലും നമ്മിലേക്ക് അവരിൽ നിന്ന് നീണ്ടുപോകരുത്. അവരാരാണ്? ഒന്ന് ഉലമാ, ആലിമീങ്ങളാണ്. മറ്റൊന്ന് ഹാമിലുൽ ഖുർആൻ, ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളീങ്ങളാണ്. അതേപോലെ തന്നെ 3ാമത്തത് മാതാപിതാക്കളാണ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം, അവരുടെ മനസ്സിലുള്ള സൽവിചാരമുണ്ടാക്കാൻ, പ്രായമുള്ളവരുടെ മനസ്സിൽ സൽവിചാരമുണ്ടാക്കാൻ, ആലിമികളുടെ മനസ്സിൽ സൽവിചാരമുണ്ടാക്കാൻ പരമാവധി പരിശ്രമിക്കണം. സർവശക്തനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു സഹാബി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി ഖറഫത് ഇൻദി അന ഉത്ഇമുഹാ. എൻ്റെ ഉമ്മ തളർവാദം പിടിച്ച് കിടപ്പിലാണ്. അന ഉത്ഇമുഹാ, ഞാനാണ് എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത്. വഅസ്ഖീഹാ, ഞാനാണ് എൻ്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കുന്നത്. അത് വെള്ളം എടുത്ത് കുടിക്കാൻ എൻ്റെ ഉമ്മക്ക് കഴിയില്ല. വഉബല്ലിഉഹാ, ഉമ്മാക്ക് നിസ്കാര സമയമാകുമ്പോ വുളൂ ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് നബിയേ. വഅഹ്മിലുഹാ അലാ ആതിഖീ, എൻ്റെ ഉമ്മാന് ആവശ്യം വരുമ്പോ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ, മറ്റാവശ്യങ്ങൾക്ക് ഉമ്മാക്കന്ന് വീൽ ചെയർ ഇല്ല, വീൽ ചെയർ സംവിധാനമില്ലാത്തതിന്റെ പേരിൽ ആ വീൽ ചെയർ ആയിക്കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന പണിയും ഞാൻ ചെയ്യാറുണ്ട് നബിയെ എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഫഹൽ ജാസൈതുഹാ യാ റസൂലല്ലാഹ്, ദിവസേന ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് എൻ്റെ ഉമ്മാനോടുള്ള കടമ വീട്ടിയതായിട്ട് പറയാൻ പറ്റുമോ നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലാ ലാ വലാ വാഹിദതൻ മിൻ മിആ. ഉമ്മ നിനക്ക് ചെയ്ത ഗുണങ്ങളിൽ നിന്ന്, നിനക്ക് ചെയ്ത ഒരുപാട് നന്മകളിൽ നിന്ന് 100-1 പോലും അത് മതിയാകൂല മോനെ. പക്ഷെ എങ്കിലും വലാകിന്നക ഖദ് അഹ്സൻത, നീ നന്മ ചെയ്തവനാണ്. ഉമ്മാക്ക് നന്മ ചെയ്യണമെന്ന്, ഉപ്പാക്ക് നന്മ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹ് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം അനുസരിച്ചവനാണ്. അതുകൊണ്ട് തന്നെ വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറാ, നീ ഉമ്മാക്കും ഉപ്പാക്കും ഖിദ്മത്ത് ചെയ്യുന്നതിന്റെ പേരിൽ നീ ചെയ്യുന്ന ചെറിയ അമലുകൾക്ക് പോലും വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് പറയുമ്പോൾ ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹബീബ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അത്ഭുതം കാണുന്നത്. ഒരു മനുഷ്യൻ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുന്നത് ഇങ്ങനെയല്ല, കുനിഞ്ഞുകൊണ്ട് മടങ്ങി നിന്നുകൊണ്ട് റുക്കൂ പോലെ നിന്നുകൊണ്ട്. പുറത്ത് ഒരു വൃദ്ധയായ ഒരു പെണ്ണുണ്ട്, ഒരു സ്ത്രീയുണ്ട്. ആ തവാഫൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ കഥ? നിങ്ങൾ എവിടുന്നാ, മിൻ ഐന, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഇതാരാണ്? അപ്പോഴാ പറഞ്ഞത്, ഞങ്ങൾ യമനിൽ നിന്ന് വരികയാണ്. 1400 കിലോമീറ്റർ അപ്പുറമുള്ള യമനിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഹജ്ജിന് വരുമ്പോ ഇതെന്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ പറഞ്ഞു എനിക്കും ഹജ്ജിന് വരണം. പക്ഷെ ഉമ്മാന്റെ ഹജ്ജിന് വരാനുള്ള വാഹനത്തിന്റെ കാശ് എൻ്റെ കയ്യിലില്ല. ഞാനതാ ഇന്നി ലഹബഇറുഹൽ മുദല്ലലു, ആ ഉമ്മാക്ക് ഞാൻ തന്നെ ഒരു വാഹനമായി കൊണ്ട് കുനിഞ്ഞു നിന്ന് 1400 കിലോമീറ്റർ അപ്പുറമുള്ള യമനിൽ നിന്ന് എൻ്റെ പുറത്തേക്ക് എൻ്റെ ഉമ്മാനെ ഏറ്റിക്കൊണ്ടുവന്ന് ഇതാ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, ഇത് 9ാമത്തെ പ്രാവശ്യമാണ് ഇതുപോലെ ഏറ്റിക്കൊണ്ടുവരുന്നതെന്ന്. എന്നിട്ട് മഹാനായ ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കുന്നു, ഇബ്നു ഉമർ തങ്ങളെ, അതറാനി ജസൈതുഹാ, ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് എൻ്റെ ഉമ്മാക്ക് ഇത് പ്രത്യുപകാരം, ഇതുവരെ ചെയ്ത ഉമ്മാനോട് ചെയ്യേണ്ട കടമകളൊക്കെ ഈ ചെയ്തത് കൊണ്ട് വീടുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്, ലാ വല്ലാഹി വലാ ബിസഫ്റത്തിൻ വാഹിദൻ മിൻ സഫറാത്തിൽ വിലാദാ, ഇല്ല മോനെ, ഇല്ല മോനെ, 9 പ്രാവശ്യം കൊണ്ടുവന്നത് കൊണ്ടൊന്നും ഉമ്മ പ്രസവിക്കുന്ന സമയത്ത്, നീ പ്രസവിക്കുന്ന സമയത്ത് നെടുവീർപ്പിട്ട വീർപ്പുകളിൽ നിന്ന് ഒരൊറ്റ നെടുവീർപ്പിന് പോലും പകരം വെക്കാൻ ഇത് മതിയാകൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ പ്രിയപ്പെട്ട ആളെടുക്കാൻ നാട്ടുകാരോട് പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഈ തഴനീമുകളൊക്കെ നിലനിർത്തണം. പക്ഷെ ഇവിടെ മാത്രം പോരാ, പ്രായമുള്ളവരെ തഴനീമാക്കേണ്ടത് തഴനീമാക്കുക തന്നെ
വേണം. അതേപോലെ തന്നെ ഉമ്മമാരെ മാതാപിതാക്കളെ തഅലീമാക്കേണ്ടത് വീട്ടിൻ്റെ അകത്താണ്, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോശമായി പോകരുത്. സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.